प्यारे बच्चे नमस्ते। पिछले कक्षा में हमने एक सुंदर कहानी सीखे। वो कहानी कैसे है? नन्ना उल्लू के बारे में कहानी। अच्छी लगा? ओके, आज एक कविता है। इस कविता का नाम है बबुआ और बूढ़ा। बबुआ और बूढ़ा नामक एक कविता है। इस कविता का रचयिता का नाम है ഷെൽ സിൽവർസ്റ്റൈൻ നാമक ഇംഗ്ലീഷ് ഓഥർ. അതായത് ഷെൽ സിൽവർസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് റൈറ്റർ എഴുതിയിട്ടുള്ള ഒരു പോയാണ് നമുക്ക് പഠിക്കാനുള്ളത്. अब देखिए पेज नंबर 23 कवि परिचय. ഷെൽ सिल्वरस्टाइन शेल्डन एलन सिल्वरस्टाइन का जन्म अमेरिका के चिकागो में 1930 सितंबर 25 को हुआ. लेखक, कवि, कार्टूनिस्ट, गीतकार, नाटककार आदि रूपों में मशहूर. वेयर दी साइडवॉक एडम्स, दी गिविंग ट्री, ए बॉय नेम्ड सू आदि मुख्य रचनाएं हैं. ഷെൽ സിൽവർസ്റ്റൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷെൽഡൻ അലൻ സിൽവർസ്റ്റൈൻ കാ ജന്മ എന്താണ്? ഷെൽഡൻ അലൻ सिल्वरस्टाइन का जन्म अमेरिका के चिकागो में, अमेरिकയിലെ ചിക്കാഗോയിൽ 1930 സിതംബർ 25 അദ്ദേഹം ജനിച്ചത്. ലേഖക്, ഒരു റൈറ്റർ, അതുപോലെ കവി, കാർട്ടൂണിസ്റ്റ്, ഗീത്കാർ, ഗാനരചയിതാവ്, നാടകക്കാർ, അതുപോലെ ആദിരൂപവും തുടങ്ങിയ മേഖലകൾ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മഷഹൂർ ഫേമസ് ആണ്. പിന്നെന്താ പറയുന്നത്? വേർ ദ സൈഡ്വാക്ക് ആഡംസ്, ദി ഗിവിംഗ് ട്രീ, എ ബോയ് നെയ്മഡ് സൂ ആദി മുഖ്യ രചനായം ഹെ. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട രചനകളാണ് എന്തൊക്കെയാണ്? വേർ ദ സൈഡ്വാക്ക് ആഡംസ്, ദി ഗിവിംഗ് ട്രീ, എ ബോയ് നെയ്മഡ് സൂ എന്നിവ. ഓക്കെ, अब देखिए कविता के बारे में. कविता बबुआ और बूढ़ा. बबुआ मीन्स एक लड़का, ബോയ് അല്ലേ, ഒരു ആൺകുട്ടിയും. और ബൂഢ മീൻസ് ഓൾഡ് ഏജ് അല്ലേ, അതായത് വൃദ്ധനായിട്ടുള്ള ഒരു മുത്തച്ഛൻ അല്ലേ, ഗ്രാൻഡ് പാ അല്ലേ. इस चित्र में बबुआ और बूढ़ा आदमी को देखा है. ये बूढ़ा इस बबुआ का दादा है. दादा मीन्स ग्रैंडफादर. अब देखिए कविता. बबुआ बोला, अक्सर मेरा चम्मच मुझसे गिर जाता है. बूढ़ा बोला, जाने भी दो, मुझसे भी ये हो जाता है. बबुआ बोला, कभी कभी तो कर देता हूँ निक्कर गीली. हम भी कर देते हैं सूसू, करनी पड़ती धोती ढीली. बड़ा रुवाटा बच्चा हूँ मैं, अब बबुआ ने बात उड़ाई. बूढ़ा बोला, मैं भी आती मुझको बहुत रुलाई. बबुआ बोला, बहुत बुरा है, बढ़ के हम पर ध्यान न देते. बूढ़े ने बूढ़े हाथों से हाथ फिराया बबुआ पर. समझ रहा हूँ बात तुम्हारी, मुझे पता है तुम जो कहते. എന്താ മനസ്സിലായത്? ഓക്കെ, നോക്കൂ. ബബുവ ബോല, എന്താ ബബുവ? ലടുക്ക, ബോയ് അല്ലേ. ആ കുട്ടി പറഞ്ഞു, ചിത്രത്തിൽ കാണുന്നില്ലേ? ഓക്കെ, അവൻ പറയാണ് അക്സർ. അവൻ എന്താ പറയുന്നത്? അക്സർ മേര. അക്സർ മീൻസ് മിക്കവാറും. മേര ചമ്മച്ച്. ചമ്മച്ച് മീൻസ് സ്പൂണ്. മിക്കവാറും എൻ്റെ സ്പൂണ് മുജ്സേ ഗിർജാത്താ ഹേ, എൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്? ഗിർജാത്താ ഹേ, താഴോട്ട് വീഴാറുണ്ട്. പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോൾ, സ്പൂൺ യൂസ് ചെയ്ത് ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ്? കൈ വേണ്ടത്ര ബലമില്ലായ്മ കൊണ്ടായിരിക്കാം, കുട്ടിയല്ലേ. അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാണ്? ആ സ്പൂണ് താഴെ വീണു പോകുന്നു എന്ന് അവന് മുത്തശ്ശനോട് പറയുകയാണ്. അപ്പം എന്താ മുത്തശ്ശൻ പറയുന്നത്? ബൂഢാ ബോല. മുത്തശ്ശൻ പറയുകയാണ്, ജാനേ ബീദോ, അതൊക്കെ പോട്ടെ, അത് സാരല്ല കേട്ടോ. മുജ്സേ ബി യഹോ ജാത്താ ഹേ, മുജ്സേ ബി, എനിക്കും യഹോ ജാത്ത, ഇങ്ങനെ തന്നെയാണ് സംഭവിക്കാറ്. എൻ്റെ കയ്യിൽ നിന്നും
എന്ത് ചെയ്യാറുണ്ട്? ഈ സ്പൂണ് വീഴാറുണ്ട്, താഴോട്ട് വീണു പോകാറുണ്ട്. എന്തെങ്കിലും കഴിക്കുന്ന സമയത്ത് താഴോട്ട് എങ്ങനെ താഴോട്ട് പോകുന്നത്? കയ്യിൽ നമ്മൾ പിടിക്കുമ്പോൾ ശരിയായിട്ട് ബലമില്ലാത്തത് കൊണ്ടായിരിക്കാം താഴോട്ട് വീണു പോകുന്നത് അല്ലേ. ഇപ്പം കുട്ടികളാണെങ്കിൽ നമ്മൾ ചെറിയ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുക ചെയ്യാറ് അല്ലേ, സ്പൂൺ യൂസ് ചെയ്തിട്ട് വലിയവർ വായിൽ കൊടുക്കുന്നു അല്ലേ. മുത്തശ്ശനാണെങ്കിൽ എന്താണ്, പ്രായത്തിൻ്റെ ആ ഒരു വല്ലായ്മ കൊണ്ട് വേണ്ട വിധത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാരണം സ്പൂണൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും പോകുന്നുണ്ട്. അപ്പോൾ കുട്ടി മുത്തശ്ശനോട് എന്താ പറയുന്നത്? സങ്കടം പറയുകയാണ്. എന്താ പറയുന്നത്? ബബുവ ബോല അക്സർ മേര ചമ്മച്ച് മുജ്സേ ഗിർ ജാത്താ ഹേ. ബബു എന്താ പറയുന്നത് ബൂഡാവിനോട്? ദാദിനോട് പറയാണ് എന്താണ്? മുജ്സേ ചമ്മച്ച് ഗിർ ജാത്താ ഹേ, എന്നിൽ നിന്ന്, എൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? സ്പൂണ് താഴെ വീഴാറുണ്ട്. അപ്പോൾ ബൂഡയും പറയാണ്, എന്താ പറയുന്നത്? ബൂഡാ ബോല ജാനേ ബീദോ അല്ലേ, അതൊക്കെ പോട്ടെ, മുജ്സേ ബി ഹോ ജാത്താ ഹേ, എന്നിൽ നിന്നും എന്ത് ചെയ്യാറുണ്ട്? ഇത് പോവാറുണ്ട്. അപ്പൊ കുട്ടിയുടെ പോലെ തന്നെയാണ് ബൂഡയുടെയും അവസ്ഥ അല്ലേ. അതായത് നമുക്കറിയാം എന്താണ്, ഒരു വാർദ്ധക്യം വേറൊരു കുട്ടിത്തത്തിലേക്കുള്ള ഒരു പ്രവേശനമാണ് വാർദ്ധക്യം അല്ലേ. കുട്ടികളുടെ അതേ അവസ്ഥയാണ്. അവരുടെ കുട്ടികളുടെ പോലെ തന്നെ എന്താണ്, അവർ വേണ്ട വിചാരിച്ചെടുത്ത് വയസ്സായ ആളുകൾക്ക് കയ്യും മെയ്യൊന്നും എത്തില്ല അല്ലേ. അപ്പോൾ അവർക്ക് എന്താണ്, ആ പ്രായത്തിൻ്റെ ആ ഒരു ബലഹീനത അവർക്ക് നന്നായിട്ട് ഉണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്, ഈ കുട്ടിയും മുത്തശ്ശനും ഒരുപോലെയാണെന്നാണ് ഇതിന്ന് മനസ്സിലാക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് സ്റ്റാൻസ. ബബുവ ബോല കബി കബി തോ കർ ദേത്താ ഹും നിക്കർ ഗീലി ഹം ബി കർ ദേത്തെ ഹേ സൂസു കർണി പടുത്തി ധോത്തി ഢീലി. ഇനി ബബുവ പറയാണ്, കബി കബീത്തോ, ഇടയ്ക്കിടയ്ക്കൊക്കെ, കർ ദേത്താ ഹും നിക്കർ ഗീലി, എൻ്റെ നിക്കർ മീൻസ് ട്രൗസേഴ്സ് അല്ലേ. ട്രൗസർ ഗീലി മീൻസ് വെറ്റ്, നനയാറുണ്ട്. എൻ്റെ ട്രൗസർ ഞാൻ അറിയാത്തന്നെ നനഞ്ഞു പോവാറുണ്ട് അല്ലേ എന്ന് പറഞ്ഞു. അപ്പം എന്താണ് മുത്തശ്ശൻ പറയുന്നത്? ഹംബി കർ ദേത്തേ സൂസു, ഹംബി ഞാനും, കർ ദേത്തേ ഹേ സൂസു ഞാനും സൂസു ചെയ്യാറുണ്ട്. കർണി പടുത്തി ധോത്തി ഡീലി, കർണി പടുത്തി എൻ്റെ ധോത്തി മീൻസ് മുണ്ട്, എൻ്റെ മുണ്ട് എന്താണ്? ഡീലി. എന്താ ഡീലി മീൻസ് അയവുള്ളത്. അതായത് മുണ്ട് ഇങ്ങനെ ചുറ്റുന്ന സമയത്ത് സ്ട്രോങ് ആയിട്ട് ചുറ്റാനൊന്നും മുത്തശ്ശന് പറ്റുന്നില്ല അല്ലേ. സ്ട്രോങ് ആയി വലിച്ചു വരി കെട്ടാനൊന്നും മുത്തശ്ശന് പറ്റുന്നില്ല. അപ്പോൾ അതും എന്താണ്, അദ്ദേഹം പറയാണ് എൻ്റെ മുണ്ടും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെന്താ നെക്സ്റ്റ് സ്റ്റാൻസ. ബഡാ രുവാട്ട ബച്ചാ ഹുമേ ആ ബബുവാനെ ബാത്തുടായി ബൂഡാ ബോല മേംബി ആത്തി മുജ്കോ ബോ ചുള്ളായി. ഇനി എന്താ പറയുന്നത് അവൻ ബബുവ? ബഡാ രുവാട്ട ബച്ചാ ഹുമേ, ബഡാ രുവാട്ട ഉച്ചത്തില് നന്നായിട്ട് എപ്പോഴും രുവാട്ട ബച്ച കരയുന്ന ഒരു കുട്ടിയാണ്. ഹും മേ അല്ലേ, ഞാൻ എന്താണ് എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. ബബുവാനെ ബാത്തുടായി, ബബുവ എന്ത് ചെയ്യാണ്? ബാത്തുടായി. വേറൊരു കാര്യം കൂടി മുത്തശ്ശനോട് പറയുകയാണ്. എന്താ പറയുന്നത്? ബഡാ രുവാട്ട ബച്ചാ ഹുമേ അല്ലേ, എപ്പോഴും ഏത് സമയത്തും കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് ഞാനെന്ന് മുത്തശ്ശനോട് ബബുവ പറയുകയാണ്. അപ്പൊ എന്താ ബബു പറയുന്നത്? ബബുവ മുത്തശ്ശനോട് പറയാണ്. അപ്പൊ ബൂഡ എന്താ പറയുന്നത്? മുത്തശ്ശൻ എന്താ പറയുന്നത്? ബൂഡ ബോല, ബൂഡ പറയാണ് മേംബി ഞാനും, മേംബി ആത്തി എനിക്കും വരാറുണ്ട്, മുജ്കോ ബഹുത് രുലായി എനിക്കും വളരെയധികം സങ്കടം വരാറുണ്ട്. എൻ്റെ മനസ്സും എന്താണ്, വളരെയധികം സോഫ്റ്റ് ആണ്. എൻ്റെ മനസ്സിൽ സങ്കടം നിറയാറുണ്ട്. ചെറിയ കാര്യത്തിന് പോലും എൻ്റെ ആദ്യം നല്ല ശക്തമായിട്ടുള്ള മനസ്സായിരുന്നു. പക്ഷെ ഇപ്പം എന്താണ്, ചെറിയ കാര്യങ്ങൾ പോലും എൻ്റെ മനസ്സിനെ കരയിപ്പിക്കാറുണ്ട് എന്ന് മുത്തശ്ശൻ പറയാണ്. കുട്ടിയെ പോലെ തന്നെയാണ് അല്ലേ. ലാസ്റ്റ് സ്റ്റാൻസ. ബബുവ ബോല ബോത് ബുരാ ഹേ ബഡ്കെ ഹം പർ ധ്യാൻ ന ദേത്തെ बूढ़े ने बूढ़े हाथों से हाथ फिराया बबुआ पर समझ रहा हूँ बात तुम्हारी मुझे पता है तुम जो कहते. എന്താ പറയുന്നത്? ബബുവ പോല, ബബു പറയാണ് ബോത് ബുരാ ഹേ വളരെ മോശമാണ്. എന്താ പറയുന്നത്? ബഡ്കെ മീൻസ് എൽഡേഴ്സ് അല്ലേ, മുതിർന്നവര്, ഹംപർ നമ്മളെ, ധ്യാൻ ന ദേത്തെ ശ്രദ്ധിക്കുന്നേ ഇല്ല, ധ്യാൻ മീൻസ് കെയർ, നമ്മൾ ശ്രദ്ധിക്കുന്നേ ഇല്ല, ഇത് വളരെ മോശമായ ഒരു കാര്യമാണ്. അപ്പോൾ ബഡോംനെ ബഡ്കെ ഹംകോ ധ്യാൻ ന ദേത്തെ, വലിയവർ മുതിർന്നവർ നമ്മളെ കെയർ ചെയ്യുന്നേ ഇല്ല.
ബൂഡേനെ ബൂഡേ ഹാത്തോംസെ. അപ്പോൾ അത് കേട്ടപ്പോൾ ബൂഡേ, ആ വൃദ്ധൻ എന്ത് ചെയ്തു? ആ ബൂഡേ ഹാത്തോംസെ, തൻ്റെ വയസ്സായിട്ടുള്ള കൈകൊണ്ട്, ബലമില്ലാത്ത ചുക്കി ചുളിഞ്ഞ ആ കൈകൾ കൊണ്ട് എന്ത് ചെയ്തു? ഹാത്ത് ഫിരായ ബബുവാപ്പർ, ബബുവിനെ ചേർത്ത് നിർത്തിയിട്ട് എന്ത് ചെയ്തു? ഹാത്ത് ഫിരായ, തലോടി, കൈകൊണ്ടിങ്ങനെ അവനെ തലോടി സാന്ത്വനിപ്പിക്കുന്നു. എന്താ സാന്ത്വനിപ്പിക്കുന്നത്? സമജ് രഹാഹും, മനസ്സിലാകുന്നുണ്ട് എനിക്ക്. ബാത്ത് തുമാരി, ബാത്ത് മാറ്റർ, തുമാരി നിന്റെ, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് മോനെ. മുജേ പത്താഹേ, എനിക്കറിയാം. തും ജോ കഹിത്തെ, നീ എന്താണെന്ന് പറയുന്നത് എനിക്കറിയാം. അപ്പോൾ ഹം മേം തുമാരേ ജയ്സാഹേ, ഞാനും എന്താണ്? നിന്നെപ്പോലെ തന്നെയാണ്. അപ്പോൾ ഈ കുട്ടികളെയും അതുപോലെ വയസ്സായവരെയും നമ്മൾ എന്ത് ചെയ്യണം? നന്നായി കെയർ ചെയ്യണം, വേണ്ടേ? അതാണ് പറയുന്നത്. കുട്ടിയും മുത്തച്ഛനും ഒരുപോലെയാണ്. മുത്തശ്ശൻ പറയാണ്, നിൻ്റെ സിറ്റുവേഷൻ തന്നെയാണ് എൻ്റെ സിറ്റുവേഷൻ, നിൻ്റെ അവസ്ഥ തന്നെയാണ് എൻ്റെ അവസ്ഥയും. തും ജോ കഹത്തെ ഹേ, നീ എന്താണോ പറയുന്നത്, വോ മുജേ മാലൂം ഹേ, അതെനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ആ മുത്തശ്ശൻ എന്ത് ചെയ്യാണ്? ഹാത്ത് ഫിരായ, അല്ലേ, കൈകൊണ്ട് തലോടി അവനെ സാന്ത്വനിപ്പിക്കുന്നു. ഓക്കെ. बूढ़ा ऐसे करने का कारण क्या है? ऐसे कहने का कारण क्या है? ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ? മുജേ മാലൂം ഹേ, എനിക്കറിയാം. തും ജോ ബാത്തേം കേൾത്താ ഹേ, നീ എന്താണോ പറഞ്ഞത് അതെനിക്കറിയാമെന്ന് പറയാൻ കാരണം എന്താണ്? യെസ്, വോ ബൂഢാ ബി ഈസ് ബബുആ കെ സമാൻ ഹേ, ഇസ്ലിയേ ऐसा കഹ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ. आज का कविता भाग बार बार ध्यान से पढ़ना चाहिए. कोई संदेह है तो मुझसे पूछिए. आज का कक्षा मैं यहाँ समाप्त करती हूँ. धन्यवाद.